students, welcome back to Bosco Campus Vision. This is the first lecture on strategic management. എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ആക്ച്വലി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മിലിറ്ററി വേർഡാണ്. മിലിറ്ററി ഓപ്പറേഷൻസിന് സൈനികർ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തായിരിക്കും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് നടക്കുമ്പോൾ അവിടെ സ്ട്രാറ്റജി എന്ന ടേമിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ ഒരുപാട് അൺസർട്ടാനിറ്റീസിനെ നേരിടേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാൻ സെറ്റ് ചെയ്ത് ആ പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ഇപ്പോഴേ നടത്തുന്ന ആക്ഷൻസ്, അതിനെ നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാം. അതിൽ പല ഘടകങ്ങളും വരുന്നുണ്ട്. അതായത് റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ്, ദെൻ ഓർഗനൈസേഷൻ മാർക്കറ്റുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷൻസ്, അതുപോലെ കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റും ഉണ്ട്. അപ്പം ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്ന പല മാറ്റങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്, ഇതെല്ലാം നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാം. So, strategy is a fundamental pattern of present and planned objectives, resource deployments, and interactions of an organization with the markets, competitors, and other environmental factors. ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് മാനേജേഴ്സ് എടുക്കുന്ന ആക്ഷൻസാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. So, general directions set for the company and its various components to achieve a desired state in the future. ഭാവിയിൽ ഏത് സ്റ്റേറ്റിൽ എത്തണം എന്നുള്ളത് ഇപ്പോഴേ നമ്മൾ തീരുമാനിച്ച് അതിനനുസൃതമായിട്ടുള്ള ജനറൽ ഡയറക്ഷൻസ് നൽകുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രാറ്റജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. It is a pattern in stream of decisions as actions. The pattern being product of whatever intended or planned strategies are actually realized or any emergent or unplanned strategies. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് ഡിസിഷൻസ് ആസ് ആക്ഷൻസ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അത് ആക്ഷൻസ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനകത്താകാം, അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മളെടുത്തിരിക്കുന്ന ഡിസിഷൻസ് അത് ആക്ഷൻസ് ആക്കി മാറ്റുന്നതിനേക്ക് നമ്മളെടുക്കുന്ന പാറ്റേണിനെയാണ് നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുന്നത്. സോ ഒരു പ്ലാൻഡ് സ്ട്രാറ്റജി നമുക്ക് റിയലൈസ്ഡ് ആക്കി മാറ്റുന്നതിനായിട്ട് എടുക്കുന്ന പാറ്റേൺസ്, അതിനെ നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാം. Let us see the definition of strategy. According to Chandler, strategy is the determination of the basic long-term goals and objectives of an enterprise and the adoption of courses of action and all the allocation of resources for carrying out these goals. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൽഫ്രഡ് ടി ചാൻഡലർ പറയുന്നത്, ലോങ് ടേം ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അതുമാത്രം പോരാ, ഡിറ്റർമിനേഷൻ മാത്രം പോരാ. ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം അതിന് എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻസ് ആണ് എടുക്കേണ്ടുന്നത്, അതിനനുസൃതമായിട്ട് നമ്മളുടെ മുന്നിലുള്ള റിസോഴ്സസിനെ അതിനനുസൃതമായിട്ട് അലോക്കേറ്റ് ചെയ്ത് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം ഡെഫിനിഷൻ. സ്ട്രാറ്റജിയുടെ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡി ചാൻഡലർ, സ്ട്രാറ്റജി ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആൻഡ് ദ അഡോപ്ഷൻ ഓഫ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആൻഡ് ഓൾ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദീസ് ഗോൾസ്. നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 സ്വഭാവ സവിശേഷതകളാണ് സ്ട്രാറ്റജിക്കുള്ളത്. ഫസ്റ്റ്, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്. തേർഡ് വൺ, ഗോൾ ഓറിയൻറ്റഡ്. ഫോർത്ത് വൺ, ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വാല്യൂ അഡീഷൻ. ഫസ്റ്റ് പോയിൻ്റ് നോക്കി, ലോങ് റേഞ്ച്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ലോങ് ടേമിലുള്ള ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു
ലോങ് റേഞ്ചിലുള്ള ഒരു സ്വഭാവമാണ് സ്ട്രാറ്റജിക്കുള്ളത്. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ചിലും ഇത് വാലിഡ് തന്നെയാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് റേഞ്ച് സ്കോപ്പ് ആൻഡ് ഡയറക്ഷൻസ് ടു ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ലോങ് ടേമിലേക്ക് ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതിനൊരു ഡയറക്ഷൻസും അതിൻ്റെ സ്കോപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച്. Strategic management helps in anticipating environmental changes and preparing the business to meet unexpected situations. Strategic management അതായത് എൻവിറോൺമെൻറ്റിൽ വരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ട് ബിസിനസ്സിനെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് കൂടിയാണ് സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ഇനി ഭാവിയിൽ ഇന്ന കാര്യങ്ങൾ വരാൻ പോകുന്നു, ഭാവിയിൽ മാർക്കറ്റ് ഷെയർ കുറയുവാൻ പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പല ആക്ഷൻസ് എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് സ്ട്രാറ്റജി. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻസ് എടുത്ത് വയ്ക്കാൻ മാത്രമല്ല, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. Strategy is action-oriented and more specific than objectives. It is a roadmap for future actions for every organization. Hence, it is action-oriented. Then, third characteristic is goal-oriented. Strategy is achieving organization long-term objectives of growth, profitability and sustainability. അതായത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. ലോങ് ടേമിലേക്ക് ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. Then fourth characteristic is it is flexible and dynamic. Strategy is flexible and dynamic. The change necessitated by the change in environmental factors and influences can be accommodated in the strategy. ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കരുതി നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന പല മാറ്റങ്ങൾക്കനുസൃതം നമ്മൾ മാറില്ല എന്ന് നമ്മൾ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ പറയില്ല. സോ എൻവയോൺമെൻറ്റിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ടോ അതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സ്ട്രാറ്റജി ശ്രമിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക്. ദെൻ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ഈസ് വാല്യൂ അഡീഷൻ. സ്ട്രാറ്റജി എയിംസ് അറ്റ് ആഡിങ് വാല്യൂ. സ്ട്രാറ്റജിയുടെ പ്രധാന എയിം എന്ന് പറയുന്നത് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. അതായത് അനുയോജ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ദാറ്റ് ലീഡ്സ് ടു എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ടിവിറ്റി വിത്ത് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ബെറ്റർ മാർക്കറ്റ് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള സ്ട്രാറ്റജി, സ്യൂട്ടബിൾ സ്ട്രാറ്റജി എടുത്ത് എഫിഷ്യൻ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആകുന്നു. സോ ക്വാളിറ്റി ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ പെർഫോമൻസ് കൂടുന്നു. അതായത് കസ്റ്റമേഴ്സ് കൂടുതലത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ അട്രാക്റ്റീവായി ആ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നു. സോ അതിനോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ക്രിയേറ്റ് ആകുന്നു. സോ ഇറ്റ് ഈസ് എ വാല്യൂ അഡീഷൻ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.